എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് 18-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അപ്പോൾ എന്താണ് 2024 സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ എന്തായിട്ട് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് കപിൽ സിബൽ. അപ്പോൾ ഓർത്തു വയ്ക്കുക, കപിൽ സിബലാണ് എന്തിന്റെ പ്രസിഡന്റ്? സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ്. അതായത് 2024 കരോൾ ഷീൽഡ്സ് പ്രൈസ് ഫോർ ഫിക്ഷന് അർഹയായത് ആരാണ്? അപ്പോൾ 2024 എന്ത് അവാർഡാണ്? കരോൾ ഷീൽഡ്സ് പ്രൈസ് ഫോർ ഫിക്ഷൻ. അപ്പോൾ ഓർത്തു വയ്ക്കുക, എന്ത് പുരസ്കാരം? കരോൾ ഷീൽഡ്സ് പ്രൈസ് ഫോർ ഫിക്ഷൻ. അപ്പോൾ അതിന് അർഹയായത് ആരെന്നാണ്? അത് വി ഗണേശാനന്ദൻ. ആരാണ്? വി ഗണേശാനന്ദനാണ്. ഇനി എന്താണ്, ഏത് രചനയ്ക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർലെസ് നൈറ്റ് എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ബ്രദർലെസ് നൈറ്റ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? അത് വി ഗണേശാനന്ദനാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു കൃതിക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? 2024 കരോൾ ഷീൽഡ് പ്രൈസ് ഫോർ ഫിക്ഷനുള്ള പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കപ്പെടുന്നത് എന്നാണ്. അത് 2024 മെയ് മാസം 18. അപ്പോൾ 2024 മെയ് 18-നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ എത്രാമത് വാർഷികം? 50-ാമത് വാർഷികം ആചരിക്കപ്പെടുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് എന്നാണ്? 1974 മെയ് 18. അപ്പോൾ 1974 മെയ് 18-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടക്കുന്നത്. എവിടെ വെച്ചാണ്? പൊക്രാനിലാണ്. അപ്പോൾ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടക്കുന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. എന്തായിരുന്നു അതിന്റെ പേരെന്ന് പറയുന്നത്? ബുദ്ധൻ ചിരിക്കുന്നു. എന്താണ്? ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് എന്നാണ്? അത് 1998. അപ്പോൾ ഓർത്തു വയ്ക്കുക, 1998-ലാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അതിന്റെ 25-ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2023-ലാണ്. അപ്പോൾ 2023 ഇന്ത്യയുടെ എന്താണ് രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന്റെ 25-ാം വാർഷികവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ 50-ാം വാർഷികം എന്നാണ്? അത് 2024-ലുമാണ് എന്ത് ചെയ്തത്? ആചരിച്ചെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതെന്നാണ്? അത് HDFC. ഏതാണ്? HDFC ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത്. ഇനി ആ ഒരു കാർഡിന്റെ പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, പിക്സൽ എന്നാണ്. എന്താണ്? പിക്സൽ എന്നാണ് കാർഡിന്റെ പേര്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പിക്സൽ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത് ആരാണ്? HDFC ആണ്. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡാണ് എന്തെന്ന് പറയുന്നത്? പിക്സൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അറബിക്കടലിലെ സ്രാവുകളുടെയും തിരണ്ടികളുടെയും ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായിട്ട് ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അറബിക്കടലിലെ സ്രാവുകളുടെയും തിരണ്ടികളുടെയും എന്താണ് ഗവേഷണത്തിനും അതുപോലെ തന്നെ എന്താണ് സംരക്ഷണത്തിനുമായിട്ട് ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അത് ഒമാനാണ്. അപ്പോൾ ഒമാനും എന്താണ് ഇന്ത്യയും അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ ഒരു അറബിക്കടലിലെ സ്രാവുകളുടെയും തിരണ്ടികളുടെയൊക്കെ സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായിട്ട് സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2 പ്രമേയങ്ങളാണ്. അതായത് 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അപ്പോൾ 2024 ഏത് ദിനത്തിന്റെയാണ്? ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? എന്നാണ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ആചരിക്കുന്നത്? അത് മെയ് മാസം 17. അപ്പോൾ ഓർത്തു വയ്ക്കുക, മെയ് 17-നാണ് എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ആചരിക്കുന്ന കാര്യം ഓർക്കുക. അതായത് ഹൈപ്പർ ടെൻഷനെ പറ്റിയുള്ള എന്താണ് ഒരു അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഇതാണ് 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലിവ് ലോങ്ങർ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലീവ് ലോങ്ങർ എന്നുള്ളതാണ് 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ രക്തസമ്മർദ്ദം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അളക്കുക, അതിനെ നിയന്ത്രിക്കുക, എന്ത് ചെയ്യുക? ഒരു നീണ്ടകാലം ജീവിക്കുക എന്നതാണ് എന്തെന്ന് പറയുന്നത് 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാര്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രമേയമാണ്. അതായത് 2024 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയമാണ്. അപ്പോൾ എന്തിനാണ് മ്യൂസിയം ദിനം എന്ന് നമുക്കറിയാവുന്നതാണ്. അതായത് മ്യൂസിയങ്ങൾ എത്രത്തോളമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് മ്യൂസിയം ദിനം ആചരിക്കുന്നത്. ഇനി എന്നാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയ് 18 എന്നാണ്. മെയ് 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ വർഷത്തെ പ്രമേയത്തിലേക്ക് നമുക്ക് കടക്കാം. 2024 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മ്യൂസിയംസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പോൾ എന്താണ് മ്യൂസിയംസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അഥവാ എന്താണ് മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും എന്നുള്ളതാണ് ഈ വർഷത്തെ അതായത് 2024 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി മ്യൂസിയം ദിനം നമ്മൾ പറഞ്ഞു എന്നാണ് മെയ് 18. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2023 ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്. അതായത് 2024 എന്ത് ചെയ്തിരിക്കുകയാണ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്, യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് 2023 റിപ്പോർട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റാങ്കിങ് പ്രകാരം ഇന്ത്യയിൽ നിന്നും 1ാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി ഏതാണ്? അപ്പോൾ 2023 ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ എന്താണ് ഇന്ത്യയിൽ നിന്നും 1ാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി ഏതെന്നാണ്. അത് MG യൂണിവേഴ്സിറ്റി. ഏതാണ്? MG യൂണിവേഴ്സിറ്റിയാണ് 1ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പേര് കൂടി എന്ത് ചെയ്യാവുന്ന ഓർത്ത് വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ലോകത്തിൽ ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അപ്പോൾ എന്താണ് ലോകത്തിൽ ആദ്യമായിട്ട് രാജ്യം എന്ത് ചെയ്തിരിക്കുകയാണ്, 6G ഡിവൈസ് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യം എന്നാണ്? അത് ജപ്പാൻ. നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും, എളുപ്പമാണ്. അപ്പോൾ ജപ്പാനാണ് ലോകത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനമന്ത്രിയുടെ കാര്യമാണ്. അതായത് സ്ലൊവാക്യയുടെ പ്രധാനമന്ത്രിയാണ്, അതായത് റോബർട്ട് ഫിക്കോ. അപ്പോൾ സ്ലൊവാക്യയുടെ എന്താണ് പ്രധാനമന്ത്രി ആരാണ്? റോബർട്ട് ഫിക്കോയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് അടുത്തിടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെടിയേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അടുത്തിടെ വെടിയേറ്റ സ്ലൊവാക്ക് പ്രധാനമന്ത്രി ആരെന്നുള്ളതാണ്, അത് റോബർട്ട് ഫിക്കോ. അപ്പോൾ റോബർട്ട് ഫിക്കോ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലൊവാക്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അടുത്തിടെ വെടിയേറ്റു. ഇനി ഒരു പ്രധാനപ്പെട്ട വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? അപ്പോൾ 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി ഏത് രാജ്യമാണ്? അത് ബ്രസീലാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ബ്രസീലാണ്. ഇനി 2027 നടക്കുന്നത് എത്രാമത് എഡിഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാമത് എഡിഷൻ ആണ്. അപ്പോൾ ഫിഫ വനിതാ ലോകകപ്പിന്റെ 10ാമത് എഡിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ബ്രസീലിൽ വെച്ച് നടക്കുന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 2027 ബ്രസീലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2023 ഫിഫ ലോകകപ്പ് ഇവിടെ വെച്ചാണ് നടന്നത്. അത് 2 രാജ്യങ്ങളാണ്. ഇതൊക്കെയാണ് ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലൻഡ്. അപ്പോൾ ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലായിരുന്നു 2023 ഫിഫ വനിതാ ലോകകപ്പ് നടന്നത്. ജേതാക്കൾ ആരായിരുന്നു? സ്പെയിനാണ്. ഓർത്ത് വയ്ക്കുക, സ്പെയിനാണ് ജേതാക്കൾ എന്ന് പറയുന്നത്. റണ്ണറപ്പ് ആരായിരുന്നു? അത് ഇംഗ്ലണ്ടാണ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. അതുകൂടി തന്നെ വളരെ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് ഭാഗ്യ ചിഹ്നം? അത് താസുനി. അപ്പോൾ താസുനി എന്ന് പറയുന്ന പെൻഗിൻ ആയിരുന്നു 2023 ഫിഫ വനിതാ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക, ഫിഫ വനിതാ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. നമ്മളിവിടെ പറഞ്ഞത് 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ബ്രസീൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തായാലും നമ്മൾ എന്ത് ചെയ്തു, ഫിഫ വനിതാ ലോകകപ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫിഫ പുരുഷ ലോകകപ്പ് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്തിട്ട് പോവാം. 2022 ഫിഫ ലോകകപ്പ് എവിടെ വെച്ചാണ് നടന്നത്? ഖത്തറിലായിരുന്നു. ഇവിടെയാണ്, ഖത്തറിൽ വെച്ചായിരുന്നു നടന്നത്. ജേതാക്കളെ നമുക്ക് ഓർമ്മയുണ്ട്. ആരാണ്? അർജന്റീനയാണ് ജേതാക്കൾ. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. എന്തായിരുന്നു ഭാഗ്യചിഹ്നം? ലാ ഈബ്. എന്താണ്? ലാ ഈബ് ആയിരുന്നു ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അത്രയും കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ 2026 ഫിഫ പുരുഷ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അപ്പോൾ 2022 ഫിഫ പുരുഷ ലോകകപ്പ് എവിടെയായിരുന്നു? ഖത്തറായിരുന്നു. 2026 ഫിഫ പുരുഷ ലോകകപ്പ് എവിടെ വെച്ചാണ്? അതായത് 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഏതൊക്കെയാണ്? US, കാനഡ, മെക്സിക്കോ. ഏതൊക്കെയാണ്? US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫിഫ പുരുഷ ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ വാഡയുടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ബോക്സർ ആരാണ്? വാഡ അഥവാ എന്താണ്? വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. അപ്പോൾ എന്താണ്? അടുത്തിടെ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ബോക്സർ ആരെന്നാണ്? അത് പർവീൻ ഹൂഡ. ആരാണ്? പർവീൻ ഹൂഡയാണ്. അപ്പോൾ പർവീൻ ഹൂഡ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. എന്ത് ചെയ്തു? വാഡയുടെ വിലക്ക് ലഭിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു നിയമനമാണ്. അതായത് സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കപിൽ സിബൽ. അപ്പോൾ ഓർത്തു വയ്ക്കുക, കപിൽ സിബൽ. അതിനുശേഷം നമ്മളൊരു പുരസ്കാരം ചർച്ച ചെയ്തു 2024. എന്ത് പുരസ്കാരം? കരോൾ ഷീൽഡ് പ്രൈസ് ഫോർ ഫിക്ഷന് അർഹയായത് ആരെന്ന് പറഞ്ഞു. ആരാണ്? VV ഗണേശാനന്ദനാണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? ഒരു വാർഷികത്തെ പറ്റി ചർച്ച ചെയ്തു. അതായത് 2024 എന്നാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ എത്രാമത് വാർഷികം? 50ാമത് വാർഷികമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്?
2024 മെയ് 18 എന്ത് ചെയ്തിരിക്കുകയാണ്? ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50ാം വാർഷികം ആചരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അതിനുശേഷം HDFC ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഒരു എന്താണ് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ കാര്യമാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? അത് HDFC ബാങ്ക് ആണ്. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? ഇന്ത്യയും ഒരു രാജ്യവും തമ്മിൽ സഹകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? ഒമാനും തമ്മിൽ. അപ്പോൾ ഇന്ത്യയും ഒമാനുമായിട്ട് സഹകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നു? അറബിക്കടലിലെ സ്രാവുകളുടെയും അതുപോലെ തന്നെ തിരണ്ടികളുടെയും ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യയും ഒമാനും തമ്മിൽ സഹകരിക്കുന്നു. ഇനി അതിനുശേഷം 2 പ്രമേയങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം എന്നാണ്? മെയ് 17. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മെയ് 17 ലോക ഹൈപ്പർ ടെൻഷൻ ഡേ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്? മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലീവ് ലോങ്ങർ എന്നുള്ളതാണ് 2024 എന്താണ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം. അതായത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, ഇനി അതുപോലെ തന്നെ അത് നിയന്ത്രിക്കുക, എന്താണ് അധികകാലം അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ളതാണ് 2024 പ്രമേയം. ഇനി അതിനുശേഷം ഒരു റാങ്കിങ് നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് 2023 ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ എന്ത് റാങ്കിങ്? യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നും 1ാം സ്ഥാനത്തെത്തിയ യൂണിവേഴ്സിറ്റി ഏതെന്നാണ്? അത് MG യൂണിവേഴ്സിറ്റി ആണ്. ഇനി അതിനുശേഷം ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ 60 ഡിവൈസ് പുറത്തിറക്കിയ രാജ്യത്തെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ എന്താണ് ലോകത്തിൽ ആദ്യമായിട്ട് 60 ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. വളരെ എളുപ്പം നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞെന്തായിരുന്നു? മറ്റൊരു പ്രമേയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയം പറഞ്ഞു. അപ്പോൾ എന്നാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിക്കുന്നത്? മെയ് 18. ഇനി അങ്ങനെയാണെങ്കിൽ 2024 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ പ്രമേയം എന്താണ്? മ്യൂസിയംസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതായത് മ്യൂസിയങ്ങൾ എന്തിനൊക്കെ? വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും എന്നുള്ളതാണ് 2024 പ്രമേയം കൂടി ഓർക്കുക. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് റോബർട്ട് ഫിക്കോയെ പറ്റിയാണ്. റോബർട്ട് ഫിക്കോ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? സ്ലോവാക്യ. അപ്പോൾ സ്ലോവാക്യയുടെ പ്രധാനമന്ത്രിയാണ് റോബർട്ട് ഫിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അടുത്തിടെ വെടിയേറ്റു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ചർച്ച ചെയ്തത്. ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട വേദി 2027 ഫിഫ വനിതാ ലോകകപ്പ്. അതിന്റെ വേദി ഏത് രാജ്യം? ബ്രസീൽ. അപ്പോൾ 2027 ഫിഫ വനിതാ ലോകകപ്പ് വേദി എവിടെയാണ്? ബ്രസീലാണ്. അങ്ങനെയാണെങ്കിൽ 2023 ഫിഫ വനിതാ ലോകകപ്പ് വേദി എവിടെയായിരുന്നു? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഇനി അങ്ങനെയാണെങ്കിൽ 2022 ഫിഫ പുരുഷ ലോകകപ്പ് വേദി എവിടെയാണ്? ഖത്തറാണ്. അങ്ങനെയാണെങ്കിൽ 2026 ഫിഫ പുരുഷ ലോകകപ്പ് വേദി ഏതൊക്കെ രാജ്യങ്ങളിലാണ്? US, കാനഡ, മെക്സിക്കോ. അപ്പോൾ ഫിഫ ലോകകപ്പിന്റെ വേദികളൊക്കെ ഇതിനു മുൻപ് പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോക്സറെ പരിചയപ്പെട്ടു. പർവീൻ ഹൂഡ എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബോക്സിംഗ് താരമാണ്. അതായത് അടുത്തിടെ എന്ത് ചെയ്തു? വാഡയുടെ അഥവാ എന്താണ് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ വിലക്ക് ലഭിച്ചെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഡെത്ത് ലൈനിന്റെ ഗ്ലോബൽ ഡിസ്റപ്റ്റേഴ്സ് 2024 ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആലിയ ഭട്ട്, ഓപ്ഷൻ ബി തപ്സി പന്നു, ഓപ്ഷൻ സി കരീന കപൂർ, ഓപ്ഷൻ ഡി ദീപിക പദുക്കോൺ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2024 പുരുഷ T20 ലോകകപ്പിൽ അയർലൻഡ്, സ്കോട്ട്ലൻഡ് ടീമുകളുടെ സ്പോൺസറായ ഇന്ത്യൻ ബ്രാൻഡ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അമൂൽ, ബി മിൽമ, സി നന്ദിനി, ഓപ്ഷൻ ഡി ജിയോ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 77ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ നടിയാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മെറിൽ സ്ട്രീപ്പ്, ഓപ്ഷൻ ബി അമൻഡ സൈഫ്രൈഡ്, ഓപ്ഷൻ സി എമ്മ സ്റ്റോൺ, ഓപ്ഷൻ ഡി ലൂസിയ ജേക്കബ്സൺ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, മെറിൽ സ്ട്രീപ്പ് ആണ് എന്ത് ചെയ്തത്? 77ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്ത് പുരസ്കാരം? പാം ഡിയോർ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ നടി എന്ന് പറയുന്നത് കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്ലസി, ബി ബെന്യാമിൻ, സി പ്രിയദർശൻ, ഓപ്ഷൻ ഡി ലാൽ ജോസ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബ്ലസി ആണ് എന്തെന്ന് പറയുന്നത് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അതായത് അദ്ദേഹത്തിന്റെ കാഴ്ച എന്ന് പറയുന്ന സിനിമ മുതൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ വരെയുള്ള എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. മെയ് 18-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.